സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതവന്റെ വിവേകം തന്നെയാണ്. മനുഷ്യനെ വിവേകിയാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് തീർച്ചയായും വായന തന്നെയാണ്. വിവേകം തനിയെ വരില്ല, നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്ന ഗുരുവിന്റെ വാക്കുകൾ നാം മറന്നുകൂടാ. വായന മനുഷ്യനെ പൂർണ്ണമാക്കും. കുട്ടികൾ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്ന കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇക്കാര്യത്തിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വലിയ ഉത്തരവാദിത്തമാണ്. പ്രായത്തിനും സാമൂഹിക മാനസിക വളർച്ചയ്ക്കും വായന ക്രമപ്പെടുത്താൻ അവർക്കാവും. മാനുഷിക മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്ന, വിനോദം പകരുന്ന, അറിവ് പകരുന്ന വായനകൾക്ക് നമുക്ക് പ്രാധാന്യം നൽകാം. ഞാനൊരു ഭരണാധികാരി എല്ലായിരുന്നെങ്കിൽ ഒരു സൂക്ഷിപ്പുകാരനാകുമായിരുന്നു എന്ന് പറഞ്ഞ നെപ്പോളിയനും വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും അല്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷ് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് മറ്റും വായനയുടെ പ്രാധാന്യം തന്നെയാണ്. എങ്കിലും പുതിയ തലമുറ വായനയിൽ നിന്ന് അകലുന്നു എന്ന ചിന്ത ഇല്ലായികയും. ഇവിടെയാണ് ഓൺലൈൻ വായനയുടെ പ്രാധാന്യം നമ്മൾ അറിയുന്നത്. പുതിയ തലമുറക്ക് മുന്നിൽ പുതിയ വാതായനങ്ങളാണ് അത് തുറക്കുന്നത്. ബ്ലോഗുകൾ, ഓഡിബിൾ പോലുള്ള ആപ്പുകൾ, പ്രസാധകരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെയാണ് വായനയെ രസകരമാക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കഴിയും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണിൽ ഇഷ്ടപ്പെട്ട സമയത്ത് ചെലവ് കുറഞ്ഞ് വായിക്കാൻ കഴിയും. ലോകത്തെമ്പാടുമുള്ള പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, പ്രബന്ധങ്ങൾ എന്തും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാകും. എങ്കിലും കഴിവതും പുസ്തകങ്ങൾ നേരിട്ട് വായിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് വായനയിൽ കുറച്ചുകൂടി ആഴവും ശ്രദ്ധയും പ്രദാനം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികളായ നമ്മൾ സ്കൂൾ ലൈബ്രറികൾ, നാട്ടിലുള്ള പൊതു വായനശാലകൾ എന്നിവ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. നമ്മുടെ ശരിയായ ഭൗതിക, മാനസിക, സാമൂഹിക വളർച്ചയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. നേരിട്ടുള്ള പുസ്തക വായന നമ്മിൽ വായനയുമായി വൈകാരികമായ ഒരു അടുപ്പമുണ്ടാക്കും. ഓൺലൈൻ വായന ആകുമ്പോൾ അത് കണ്ണിനെ ബാധിക്കാം. സാങ്കേതിക തകരാറുകൾ പ്രശ്നം സൃഷ്ടിക്കാം. പുസ്തകത്തിന്റെ ഗന്ധം അറിഞ്ഞ് ഭാവനാ ലോകത്ത് വിഹരിച്ചതുകൊണ്ട് നമുക്ക് വായനയുടെ മാധുര്യം നുണയാമെന്നും നമ്മുടെ കൂട്ടുകാരെ ഒപ്പം കൂട്ടാം.